ഫിസിയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന നമ്മുടെ പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഇത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത് സീക്കസ് ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. സീക്കസ് ലിസ്റ്റ് ചെയ്ത ഒരു കരിക്കുലം അഥവാ സിലബസ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള അവരുടെ ഒരു ഡോക്യുമെൻറ്റിനെ കുറിച്ചാണ്. അതിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഓരോ ലെവലായി തിരിച്ച് സെക്ഷുവൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1ഉം 2ഉം ലെവലുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നാം കണ്ടത്. ഇന്ന് ഫർദർ ലെവൽസ് നമ്മൾ അറിയാനാണ് ശ്രമിക്കുന്നത്. യെസ് ആതിര, നമ്മൾ സീക്കസിൻ്റെ ഇൻ്റർനാഷണൽ ടെക്നിക്കൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ അതിൻ്റെ പല ഡോക്യുമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ യു എസിലും മറ്റ് രാജ്യങ്ങൾക്കും വേണ്ടിയിട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഗൈഡ് ലൈൻസിൻ്റെ പല ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സുമാണ് നമ്മളിവിടെ എക്സ്പോസ് ചെയ്ത് ഡിസ്കസ് ചെയ്തത്. അപ്പോഴേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2ാം ഘട്ടം, അതായത് 8 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ 1-2 പോയിൻറ്റും കൂടെ ആ ലാസ്റ്റ് സ്റ്റേജിലേത് പറയാം. ഒന്ന്, അവർ പറയുന്നത് ജീവിതത്തിലുടനീളം ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ സെക്ഷൽ പ്ലഷർ ആസ്വദിക്കാനുള്ള റൈറ്റോടു കൂടിയാണ് ആ കുഞ്ഞ് ജനിക്കുന്നത്. അപ്പോൾ അത് ഏത് രീതിയിൽ വേണമെങ്കിലും അവർക്ക് ആസ്വദിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അത് അവരുടെ ഫ്രീഡമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പേരൻസ് അല്ലെങ്കിൽ അവരുടെ ട്രഡീഷൻസ് ഓർ റിലീജിയസ് ബിലീഫ് ഇതൊന്നും അതിന് തടസ്സമായി നിൽക്കാൻ പാടില്ല. അതുപോലെ പിന്നെ ഇതിന് അതായത് മാസ്ട്രബേഷനെ കുറിച്ച് അവർ പറയുന്നത് ഒരു പക്ഷേ അവർ പ്യൂബർട്ടി സ്റ്റേജിൽ എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവർ മച്യൂറാകുന്നതിന് മുമ്പ് തന്നെ അങ്ങനെയുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ അവർക്ക് സ്വയമായിട്ട് പ്ലഷർ കണ്ടെത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന് യാതൊരു ധാർമ്മികതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം മാസ്ട്രബേഷൻ അവർക്ക് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് ആ ഏജിൽ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ 3ാം ഘട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട പാഠപദ്ധതി എന്തൊക്കെയാണ്, അതായത് പ്രായം 12 മുതൽ 15 വരെയുള്ള കുട്ടികൾ, ഈ 3ാം ഘട്ടത്തിൽ നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ അവർ പറയുന്നത് പലതരത്തിലുള്ള സെക്ഷുവൽ ഡിസ്ക്രിമിനേഷനെതിരെ ശബ്ദമുയർത്താനായിട്ട് ഇവരെ പ്രാപ്തരാക്കുക. ഇപ്പം ഏതെങ്കിലും സെക്ഷുവൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ജെൻഡർ ഐഡൻറ്റിറ്റി അവർ ആഗ്രഹിക്കുന്ന വിധത്തിൽ അവർക്ക് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റത്തില്ലേ, അത് നമ്മൾ ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വി ഹാവ് ടു റേസ് വോയിസ് അഗൻസ്റ്റ് ഇറ്റ്. അത് സെക്ഷൽ റൈറ്റാണ്. അപ്പോൾ അതാണ് അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ. ഇപ്പം ഈ പലതരത്തിലുള്ള ചില കമ്മ്യൂണിറ്റികളിലൊക്കെ ചിലപ്പോൾ ഹോമോസെക്ഷുവാലിറ്റിക്ക് എതിരായിരിക്കും, അല്ലെങ്കിൽ സെയിം സെക്സ് മാരേജ് ലീഗലായിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതിനെതിരായിട്ട് നമ്മൾ വോയിസ് ഉയർത്തേണ്ടതാണ്. അപ്പം കുട്ടികളെ കൂടുതലൊരു എന്തുവാണ് സിസ്റ്റത്തിന് എഗൻസ്റ്റായിട്ട് ഇങ്ങനെയുള്ള ഒരു കൺസർവേറ്റീവ് അല്ലെങ്കിൽ ഒരു റിലീജിയസ് ബിലീവ് അല്ലെങ്കിൽ ഒരു ട്രഡീഷനെ മാറ്റിമറിക്കാൻ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ദി സെക്സ് എഡ്യൂക്കേഷൻ ഈസ് ഫോർ സോഷ്യൽ ചേഞ്ച്. ഇതാണ് അവരുടെ ഡിക്റ്റിം. അവർ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതിൽ നിന്ന് വിപ്ലവാത്മകമായ കുറേ ചിന്തകൾ അവർ പറയുന്ന സെക്ഷുവൽ റൈറ്റ്, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് സെക്ഷുവൽ റൈറ്റ് ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ തന്നെ ആ കുഞ്ഞിനുള്ള റൈറ്റാണ്. അതിന് നമ്മളിവരെ അത് പേരൻസോ അല്ലെങ്കിൽ സ്കൂളുകളോ മറ്റുള്ള സ്ഥാപനങ്ങളോ ഒന്നും അതിനവരെ പ്രാപ്തരാക്കിയില്ല. അല്ലെങ്കിൽ പേരൻസ് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അതിനെക്കുറിച്ച് ഷെയിമായിരിക്കും, ഇല്ലേ അറിവില്ലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് എല്ലാ കുഞ്ഞുങ്ങളെയും പ്രാപ്തരാക്കേണ്ടതെന്നുള്ളത്. ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു വലിയ മോട്ടോ അവർ പറയുന്നത്. വിപ്ലവകരമായ വളരെ നല്ലൊരു വാക്കാണല്ലോ ഇവിടെ ഉപയോഗിക്കാൻ. കാര്യം ആ ഒരു പ്രായത്തിൽ നമ്മളൊരു വിത്തിട്ട് കൊടുക്കുന്ന പോലെ അവരുടെ യൂത്ത് ആവുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ഫ്ലറിഷ്, ഒരു മരമായി വളർന്നു വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ പല ക്യാമ്പസുകളിലും ഞാൻ TOB കോൺഫറൻസ് ക്യാമ്പസുകളിൽ നടത്തുമ്പോൾ മാസ്ട്രബേഷനൊക്കെ വളരെ നോർമലായിട്ടാണ് എല്ലാ കുഞ്ഞുങ്ങളും, ഈവൻ കാത്തലിക്സ് കുട്ടികൾ വരെ അവർ വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അവർ കരുതുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണോ? സോഷ്യൽ മീഡിയയും ഉണ്ടാവും, പിയർ പ്രഷർ ഉണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ എവിടുന്നെങ്കിലും അവർക്ക് അതിൻ്റെ ലിറ്ററേച്ചർ കിട്ടുമ്പോൾ അതൊക്കെ ഇവർക്കൊരു എന്താണ് ഒരു
കയ്യൊപ്പാണ്, ഇതെല്ലാം ഓക്കെ ചില ആണ്. ബലഹീനതകളെ Yes. നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, ഇത് കോമൺ ആണ് എന്നുള്ളൊരു ഒരു തോട്ട് കൊടുത്തു വിടുക. ഈ ചോദ്യം ഓർഗനൈസേഷൻസ് പറയുമ്പോഴേ അതിനൊരു ആധികാരികത കൂടുന്നത് പോലെയുണ്ട്. Yeah. അല്ലേ? നമ്മളോടിപ്പോൾ പറയുന്നത്, എൻ്റെ അപ്പുറത്തെ വീട്ടിലൊരാൾ പറയുമ്പോൾ ഞാൻ അത്ര വില എടുക്കില്ലെങ്കിലും ഇപ്പോൾ WHO അല്ലെങ്കിൽ UN പോലത്തെ സംഘടനകൾക്ക് അംഗീകൃതം ആയ ഒരു സിസ്റ്റമാണ് ഇത് പറയുന്നതെങ്കിൽ അതിന് ആധികാരികത കൂടുന്നുണ്ട്. ആധികാരികത കൂടുന്നുണ്ട്. അത് നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇപ്പം ഇന്നത്തെ കാലത്ത് യുവാക്കളുടെ ഇടയിൽ അതെല്ലാം നോർമലൈസ്ഡ് ആയി. ഇവൻ പോണോഗ്രഫി, മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് നോർമൽ കാര്യമായിട്ട്. അപ്പം ഞാൻ അതിനെ എപ്പോഴും ലിങ്ക് ചെയ്യുന്നത് ഇവരുടെ ഈ ആശയങ്ങളോടാണ്. ഏത് തരത്തിലും നമുക്ക് പ്ലഷർ കിട്ടാനായിട്ട് നമുക്ക് എങ്ങനെ വേണേലും നമ്മളെ ട്രിഗർ ചെയ്യാം, എന്ത് മാർഗത്തിലൂടെ വേണേലും നമുക്ക് സെക്ഷൽ പ്ലഷർ കിട്ടാനുള്ള വഴികൾ നോക്കാം. അപ്പം നാച്ചുറലി പോണോഗ്രഫി അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ കാണുന്നത് അതിനെയെല്ലാം ട്രിഗർ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ചില ആശയങ്ങൾ സമൂഹത്തിലുള്ളത് കൊണ്ടാണ്. പക്ഷെ പലവിധ തിന്മകൾ അല്ലേ ഉടലെടുക്കാൻ. ഒരു കാലത്ത് തലേ മുണ്ടിട്ട് ചെയ്തോണ്ടിരുന്ന പ്രവൃത്തികളുണ്ട്. നമ്മൾ അതിനെ കൊട്ടിഘോഷിക്കാനും നമ്മൾ അതിൽ ഐ എം പ്രൗഡ് ടു ഡു ദാറ്റ് അങ്ങനെ ഒരു ചിന്താഗതി ആൾക്കാരിലേക്ക് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ബോൾഡാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ യൂത്തൊക്കെ ഒരിക്കൽ ഞാൻ ക്ലാസ് എടുത്ത് ഈ പോണോഗ്രഫി മാസ്റ്റർബേഷനെ കുറിച്ച് ക്ലാസ് എടുത്തിട്ട് ഞാൻ പുറത്ത് വന്നപ്പോഴേ കുറച്ച് യൂത്ത് എൻ്റെ ചുറ്റും വന്നിട്ട് പറഞ്ഞു, സാറേ ക്ലാസ് വളരെ നല്ലതായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു, സാറേ ഇതൊക്കെ നോർമൽ കാര്യങ്ങളല്ലേ, ഇതിനെക്കുറിച്ചൊന്നും ഒത്തിരി പറയേണ്ട കാര്യമുണ്ടോ, അല്ല ഞങ്ങളൊക്കെ അത് ചെയ്യുന്നവരാണെന്നാണ് അവർ പറഞ്ഞത്. സോ ബോൾഡ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മാസ്റ്റർബേഷൻ എന്താണെന്ന് പോലും അറിയുന്നത് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലാണ്. അറിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് പുറമെ യൂസ് ചെയ്യാൻ പോലും നമ്മൾ മടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ്. ആ കാലഘട്ടത്തിൽ നിന്ന് വളരെ ഫാസ്റ്റ് ഒരു ചേഞ്ച് വന്നിട്ടാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അത് സോഷ്യൽ മീഡിയയും ഇങ്ങനെയുള്ള പഠനങ്ങളും അതുപോലെ പിയർ ഗ്രൂപ്പും അതുപോലെ ഇവർ സോഷ്യൽ മീഡിയ ഇൻഡോക്ട്രിനേഷൻ അതിനെ ഒത്തിരി ഒരുപാട് അതിനെ സഹായിക്കുന്നുണ്ട്. പല ക്യാമ്പയിനുകളും ഇതിന്റെ പുറകിൽ നടക്കുന്നുണ്ട്. അതൊരു വലിയൊരു വസ്തുതയാണ്. അത് നമ്മൾ അതുകൊണ്ടാണ് തിയോളജി ദ ബോഡി നമ്മൾ പല എപ്പിസോഡിലും നമ്മുടെ കഴിഞ്ഞ സീരീസിലും നമ്മൾ അതിനെക്കുറിച്ച് ചെയ്ത് എന്തുകൊണ്ട് ഈ മാസ്റ്റർബേഷൻ തെറ്റ്, അതിൻ്റെ വൈ ദ റീസണിലേക്ക് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് 1-2 എപ്പിസോഡുകൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കത് യു ക്യാൻ റെഫർ ബാക്ക് ടു ദാറ്റ്. ഈ ക്യാമ്പയിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ ഈ പല ക്യാമ്പയിൻ്റെയും ഭാഗമാകുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു കാര്യമായിട്ടും അതിൻ്റെ ഒന്നും ഭാഗമായില്ലെങ്കിൽ ഞങ്ങളൊക്കെ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് ഉള്ള ഒരു ജനറേഷൻ പോലെ തോന്നുന്ന ഒരു എഫക്റ്റ് ഇപ്പോൾ ഉണ്ട് നമുക്ക് സമൂഹത്തിൽ. അത് തീർച്ചയായിട്ടും. ഡേറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരു കോൺഫറൻസിൽ 1-2 കുട്ടികൾ ഷെയർ ചെയ്തതാണ്, ഒരു ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ഒക്കെ ഇല്ല എന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ നീ ഒന്നിനും കൊള്ളരുതാത്തവനാ, നീ ഷണ്ടനാ എന്ന് പറഞ്ഞ് ഗ്രൂപ്പിൽ നിന്ന് പുറത്ത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സോഷ്യൽ സ്റ്റാറ്റസ് ഇഷ്യൂസും പലതരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിയർ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്തിൽ. പക്ഷെ ഒരു കാലത്ത് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ ഒരു കാലഘട്ടം എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കള്ളു കുടിക്കുക എന്നുള്ളൊരു ഇതുണ്ടല്ലോ, നമ്മൾ ഡ്രിങ്ക്സ് എടുക്കുന്നില്ലെങ്കിൽ മോശമാന്നുള്ളൊരു അതായിരുന്നു നമ്മുടെയൊക്കെ ഒരു പ്രൈമറി പ്രശ്നമായിട്ട്. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ഇത് മാറി. നമ്മൾ കുറച്ചും കൂടെ ഇപ്പം ഈ ഇൻസ്റ്റാഗ്രാം പോലും അതിൽ ഇത് ചെയ്തിരിക്കുന്നത് എന്താ, നമുക്ക് ഷീ ഹിയായ എന്നുള്ളതിൽ. അപ്പം അത് നമ്മൾ ഏത് കാറ്റഗറിയിലാണ് എന്നൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നൊരു അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് അങ്ങനെ പബ്ലിക്കായിട്ട് വി ആർ പോസ്റ്റിംഗ് ഒരു സോഷ്യൽ മീഡിയ ഒരു വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. നമുക്ക് മടിയില്ല, നമുക്കൊട്ടും മടിയില്ല അതിന് അവരുടെ മുന്നിൽ തുറന്ന് കാണിക്കാൻ. ഞാൻ ഇങ്ങനെ ഒരു തുടർന്ന പുസ്തകമാണ്, ഇങ്ങനെയാണ്. വളരെ നല്ല കാര്യമായിട്ടാണ് നമ്മൾ അതിനെയാണ് സെക്ഷലി അവരെ ഡീസെൻസിറ്റൈസ് ചെയ്യാന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ പ്ലാൻ പാരന്റ്ഹുഡ് പറഞ്ഞത്, ലെറ്റ് ദ കിഡ്സ് ബി ഡീസെൻസിറ്റൈസ്ഡ്. അതിനവർക്ക് പോണോഗ്രഫി കാണാനോ അല്ലെ അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അവർക്ക് ഫ്രീഡം കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഡീസെൻസിറ്റൈസേഷനാണ് ഈവൻ സോഷ്യൽ മീഡിയയിലും നമ്മുടെ ഇന്നത്തെ തലമുറയിലും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊരു തെറ്റാണ് എന്നുള്ള ഒരു ആസ്പെക്റ്റോ ചിന്തകളോ ഒന്നും അവരുടെ മനസ്സിൽ
അപ്പം നമ്മൾ ഇതുപോലുള്ള കോൺഫറൻസുകളൊക്കെ കൂടി കഴിയുമ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്തുകൊണ്ട് തെറ്റ് എന്നുള്ള ഒരു 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 ബോധ്യം അവർക്ക് കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇതൊക്കെ നോർമലൈസ്ഡ് ആയാൽ തന്നെ പകുതി പ്രശ്നം കുറയും എന്ന രീതിയിലാണ്. അതാണ് സോഷ്യൽ ചേഞ്ച്, അങ്ങനെ വരികയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇത് കാടത്തത്തിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തമാണ് എന്നുള്ളത്. ഏത് തെറ്റായിട്ടുള്ള ഐഡിയോളജിയും അതിന് റിവേഴ്സ് എഫക്റ്റ് ആണ് എന്ന് അവർ അന്നേരം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കിയാൽ കൂടെ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ അവർക്ക് പ്രോഫിറ്റബിൾ മോട്ടോ ഉണ്ടാവും, അല്ലെ എന്തൊക്കെയോ അവർ അതിൻ്റെ പിന്നിൽ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ചിന്തകൾ കുറഞ്ഞു എന്ന് തോന്നുന്നു ഒത്തിരി, അങ്ങനത്തെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ പോകാനുള്ള. അതാണ് നമ്മളിപ്പോൾ ഒരു കാര്യം കാണുന്നു, അത് അഡോപ്റ്റ് ചെയ്യുന്നു, അതിൽ ചെയ്യുന്നു, അതെ ജീവിക്കുന്നു. അതിനെക്കുറിച്ച് ചിന്തിച്ച് ഇത് ശരിയാണോ തെറ്റാണോ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു സ്പേസ് ഇപ്പോൾ വരാറേ ഇല്ല. കാരണം നമ്മൾ കാണുന്നതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വെരി ഗുഡ്. അപ്പം നമുക്ക് 4-ാം ഘട്ടത്തിലേക്ക് പോവാം. 4-ാം ഘട്ടം, അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് 3-ാം ഘട്ടത്തിൻ്റെ നമ്മൾ പറഞ്ഞത്. അപ്പം 4-ാം ഘട്ടത്തിലെ പ്രായം 15 മുതൽ 18 വരെയുള്ള വയസ്സ്. അപ്പോൾ ഈ പ്രായത്തിൽ അവർക്കുണ്ടാകുന്ന ഈ ലൈംഗിക ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുടുംബത്തെ എങ്ങനെ ബാധിക്കുമെന്ന് ചർച്ച ചെയ്യുക. ഉദാഹരണം പറഞ്ഞാൽ HIV പോസിറ്റീവ്, അല്ലെ STD, അതുപോലെ തന്നെ അൺവാണ്ടഡ് പ്രഗ്നൻസി, അല്ലെങ്കിൽ ഈ സെയിം സെക്സ് അട്രാക്ഷൻ, ഇതൊക്കെ എങ്ങനെ ആണ് എന്നുള്ളതിനെക്കുറിച്ച്, ലൈംഗിക ബന്ധത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ റിലേഷൻഷിപ്പിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു, ഇത് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏത് തരത്തിലുള്ള ജെൻഡർ ഓറിയൻറ്റേഷനുള്ള ആളുകളാണേലും അവരെ നമ്മൾ ഉൾക്കൊള്ളുക, അവരെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവരുടെ ജെൻഡറെ കാര്യങ്ങൾ ദേ ക്യാൻ ചേഞ്ച് ഇറ്റ്. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ ഈ ഒരു നിർദ്ദേശം അനുസരിച്ചിട്ട് നമ്മൾ പറയുകയാണല്ലോ. അപ്പോൾ ഞാനിത് അങ്ങ് ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. കാരണം അവർ ഓൾറെഡി 15 വയസ്സാകുമ്പോഴത്തേക്കിന് അവർക്ക് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ അവർക്ക് ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ചില ഈ ഘട്ടത്തിൽ അവർ ശരിക്കും കോണ്ടംസ് ഉപയോഗിക്കുന്നതും സേഫ് സെക്സ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെയൊരു കോംപ്രിഹെൻസീവ് എഡ്യൂക്കേഷൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുമ്പോൾ, വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലേ പിന്നെ ആ ചെറുപ്രായത്തിൽ തന്നെ കിട്ടുമ്പോൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു അറിവാണ് അവർ നേടുന്നത്? പ്ലഷർ ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് സെക്ഷുവാലിറ്റി. അത് സെൽഫ് പ്ലഷർ ആണേലും അല്ലെങ്കിൽ വിത്ത് അതേഴ്സ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു യൂട്ടിലിറ്റേറിയൻ കൾച്ചറിൻ്റെ വലിയൊരു ഒരു വളർച്ച നമുക്കവിടെ കാണാൻ പറ്റും. അപ്പം നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്, യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോഴാണ്, സാധനങ്ങൾ ഉപയോഗിക്കുന്നതിനെ നമ്മൾ യൂട്ടിലിറ്റേറിയൻ കൾച്ചർ എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷെ വ്യക്തികളെ സാധനങ്ങളായിട്ട് കരുതുകയും സാധനങ്ങളെക്കാട്ടിലും വളരെ ചീപ്പായിട്ട് വ്യക്തികളെ നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു കൾച്ചർ, ആ യൂട്ടിലിറ്റേറിയൻ കൾച്ചറിൻ്റെ തിക്തഫലങ്ങളിലേക്ക് പിന്നെ മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൊറാലിറ്റി പോവും. സഭ ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യം തന്നെയാണുള്ളത്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് ഒരു വ്യക്തിയെ കാണരുത്. നമ്മൾ ഒരു സാധനം കാണുന്നത് പോലെ ഒരു വ്യക്തിയെ കാണുമ്പോഴാണ്. കാരണം എന്താണ്, ഇവിടെ കാണാതിരിക്കാൻ അവർക്ക് പറ്റത്തില്ല. എന്താ ഇവർ പഠിച്ചു വച്ചിരിക്കുന്ന ഇതാണ്, ഇന്നത്തെ തലമുറ പഠിച്ചു വെക്കാൻ നമ്മൾ സഹായിക്കുന്ന ഇതാണ്. അതായത് എങ്ങനെ ആയാലും എൻ്റെ ഗോൾ എനിക്ക് സെക്ഷൽ പ്ലഷർ കിട്ടണം. അത് ഏത് വിധത്തിലായാലും, ഒരു വ്യക്തിയെ ഉപയോഗിച്ചാകാം, ഒരു വ്യക്തിയെ അബ്യൂസ് ചെയ്തിട്ടാകാം. മൈ ഗോൾ ഈസ് സെക്ഷൽ പ്ലഷർ. അപ്പോൾ ഈ ഒരു ഗോൾ, ഒരു ഐഡിയ അവരുടെ മനസ്സിലേക്ക് ആണ് ഈ എഡ്യൂക്കേഷൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ആകത്തുക, ഒരു ഐഡിയ. അപ്പോൾ അങ്ങനെ നാച്ചുറലി വ്യക്തികളെ നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു പ്രേരണയുണ്ടാകും. അത് കൂട്ടുകാരാകാം, റിലേഷൻഷിപ്പിലുള്ളവരാകാം, അല്ലെങ്കിൽ ഇവൻ വിവാഹം കഴിഞ്ഞാൽ സ്വന്തം ജീവിത പങ്കാളിയെ തന്നെയാകാം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലത്തും ഇവർ ഈ ആബ്സ്റ്റിനൻസിനെ കുറിച്ച്, സേഫ്റ്റി ആബ്സ്റ്റിനൻസ് ആണിത്, അവരൊരിക്കലും പറയുന്നില്ല. അതൊരു വലിയ ഒരു നെഗറ്റീവ് പോയിൻ്റായിട്ടാണ് എനിക്ക് ഇതിനെക്കുറിച്ച് കാണുന്നത്. കാരണം അവർ വളർന്നു വരുന്ന പ്രായത്തിൽ ഇൻഡൽജിങ് അല്ല, ആബ്സ്റ്റിനൻസ് ആണ് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് എങ്ങും പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. അവർ പറയുന്നത് കോണ്ടംസ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക,
അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രഗ്നൻസി വരികയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സൊല്യൂഷൻ. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണം നിങ്ങളെ തന്നെ ട്രിഗർ ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലഷർ ഉൽപ്പാദിപ്പിക്കുക, ഇല്ലെങ്കിൽ മ്യൂച്വലായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ജെൻഡറിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലഷറിന് വേണ്ടി എന്തും ചെയ്തോ എന്ന് പറയുന്ന ഒരു ലൈസൻസ് കൊടുക്കുന്നത് പോലെയാണ് എനിക്കിതിനകത്തിൽ തോന്നിയത്. അതേസമയം ഇവർ ഈ ഒരേ സമയത്ത് പറയുക ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഈ പ്രായത്തിൽ അബ്സ്റ്റെയിൻ ഫ്രം സെക്ഷൽ റിലേഷൻഷിപ്പ്, STD, STD അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഡിസീസസോ HIV അല്ലെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യണമെങ്കിൽ വിവാഹം വരെ നിങ്ങൾ ഈ സെക്ഷൽ യൂണിയൻ അതിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. ഇങ്ങനെയുള്ള ഒരു ഐഡിയ വരുമ്പോഴാണ് അവിടെ ഒരു മൊറാലിറ്റിയുടെ ഒരു ചൊവ വരുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഹീഡനിസ്റ്റിക് അപ്രോച്ച് എന്ന് നമുക്ക് വേണേൽ പറയാം, വെറും ഒരു പ്ലഷർ സീക്കിംഗ് അപ്രോച്ച് എന്ന് നമുക്ക് പറയാം. അവിടെ വരുമ്പം വ്യക്തികളെ ഉപയോഗിക്കും. നാച്ചുറലി വിവാഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ പോലും അതിൻ്റെ ഒരു പവിത്രത കാണാൻ പറ്റില്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്നു. ഒരു ആള് ഒരു ദിവസം വിവാഹം കഴിച്ചതുകൊണ്ട് ആളിൻ്റെ മനോഭാവങ്ങളും ചിന്തകളും ഒന്നും ഒറ്റയടിക്ക് മാറത്തില്ല. ഇനി നിങ്ങൾ പ്രീകാന കോഴ്സ് 2 ദിവസമോ 4 ദിവസമോ കൂടിയെന്ന് പറഞ്ഞാലും ചെറുപ്പം മുതൽ കിട്ടിയിരിക്കുന്ന പല ബോധ്യങ്ങളും അത് അൺലേൺ ചെയ്തെടുക്കാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. പുതിയൊരു കാര്യം ലേൺ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. നമ്മൾ ചെറുപ്പം മുതൽ, അതുകൊണ്ടാണ് ചില ആളുകൾ ഈ പോണോഗ്രഫിയിലും മാസ്റ്റർബേഷനിലും അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വിവാഹ ജീവിതത്തിലും അവരത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് വിവാഹ ജീവിതം പലരുടെയും തകർന്നു പോകുന്നത്. അപ്പം ചില ഷെയറിങ്ങിൽ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് എൻ്റെ ഭാര്യയുമായിട്ടുള്ള ആ സെക്ഷൽ യൂണിയനിൽ ഒരു സാറ്റിസ്ഫാക്ഷനും കിട്ടുന്നില്ല. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ആ വെർച്വൽ സ്ക്രീനിലും ഒരു മാസ്റ്റർബേഷനിലുമാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ആ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ കാരണം ഈ തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഐഡിയോളജി നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അതൊരു വിവാഹം കഴിച്ചുകൊണ്ട് ഒരു വ്യക്തി ഓട്ടോമാറ്റിക്കലി അൺലേൺ ആകണമെന്നില്ല. അങ്ങനെ കറക്റ്റ് ആകുന്നവരുണ്ട്. ഇറ്റ് വിൽ ടേക്ക് ടൈം, പെർസിവറൻസ്, അതിനൊക്കെ ഒരുപാട് പ്രോസസ്സുകളും ചിലപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടെന്ന് വരുന്നത്. അത് അങ്ങനെ ഒരുപാട് ഒരാളും കൂടെ അതിന് ഇരയാകുന്ന പോലെ അങ്ങനെ ഒരുപാട് സഫർ ചെയ്യുന്ന ജീവിത പങ്കാളികളുണ്ട്. ഡൈവേഴ്സിൻ്റെ വക്കിൽ വരെ ഈ പ്രശ്നങ്ങൾ കൊണ്ട് എത്തിയിട്ടുള്ള വ്യക്തികളുണ്ട്. ഡൈവേഴ്സ് ചെയ്ത് പോയിട്ടുള്ള വ്യക്തികളുണ്ട്. അല്ല, നമ്മൾ ഏറ്റവും പവിത്രം എന്ന് കരുതുന്നൊരു കുടുംബം എന്ന് പറയുന്നൊരു കൺസെപ്റ്റിനെ പോലും ബ്രേക്ക് ചെയ്യുന്നൊരു അവസ്ഥ ഇതിനുണ്ട്. അതിന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഈ ജെൻഡർ ഐഡിയോളജിയുടെ ഒരു എക്സ്പോഷർ നമ്മൾ നടത്തി, ഇതിൻ്റെ ആശയങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞ് ചെന്നത് മാർക്സിസത്തിലും അസ്തിത്വവാദത്തിലും നിരീശ്വരത്വത്തിലും ഒക്കെയാണ്. എന്താണ് അവിടെ നമ്മൾ പറഞ്ഞത്? അതായത് ആണും പെണ്ണും എന്നുള്ള ഡിഫറൻസ് അത് ടോട്ടലി അബോളിഷ് ചെയ്യുക. ഫാമിലിയാണ് ഏറ്റവും വലിയ ഹേർഡിൽ. അത് ഈ ഈക്വലിറ്റേറിയൻ സൊസൈറ്റിയും അതുപോലെ തന്നെ നമ്മുടെ സെക്ഷൽ ഫ്രീഡവും ഒക്കെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഹേർഡിലെന്ന് പറയുന്നത് ഫാമിലിയാണ്. ആ ഫാമിലിയെ തകർക്കുക. അപ്പോൾ ഈ ആശയങ്ങളെല്ലാം പുറത്ത് വരുന്നത് നമ്മൾ ചിന്തിക്കണം. ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോട്ടീവ് അത് മെറ്റീരിയൽ ബെനിഫിറ്റ്സിനെക്കാട്ടിൽ കൂടുതൽ ഇന്ന് നമ്മൾ വാല്യൂബിൾ എന്ന് കരുതി വച്ചിരിക്കുന്ന കോൺസെപ്റ്റ്സ്, അത് വാല്യൂസ്, ഫാമിലി അല്ലെ മാര്യേജ്, ഫാമിലി, നമ്മളൊരു എപ്പിസോഡിൽ പറഞ്ഞല്ലോ, അത് ശരി അല്ലെങ്കിൽ താഴോട്ട് വന്നിട്ട് ഈ ലോകം തന്നെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം അത്. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള ഏറ്റവും വലിയൊരു ലക്ഷ്യം ഇതാണ്. അതായത് വിവാഹത്തെ തകർക്കുക. വ്യക്തികളെ തകർക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിവാഹത്തെ തകർക്കാൻ. ആ വിവാഹം തകർന്നു കഴിഞ്ഞാൽ ഫാമിലീസ് എല്ലാം ഡിസോറിയൻറ്റഡ് ആയിപ്പോവും. നല്ല ഫാമിലി വാല്യൂസ് ഇല്ലെങ്കിൽ വരുന്ന തലമുറകൾ മുഴുവനും അവരുടെ ഈ സെക്യുലർ കൾച്ചറിൻ്റെ രീതിയെ പോകും. ചുരുക്കി പറഞ്ഞാൽ സൊസൈറ്റിയും നമ്മുടെ സമൂഹവും രാജ്യങ്ങളും ലോകവും എല്ലാം ആകെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകും. നമ്മളിപ്പോൾ സീക്കസിൻ്റെ ഒരു ലിസ്റ്റിംഗ് ആണ് കണ്ടതല്ലേ. സീക്കസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉള്ള ഒരു സംഘടനയാണ്. നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, എനിക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിലുള്ളൊരു കോംപ്രിഹെൻസീവ്
സെക്സ് എഡ്യൂക്കേഷൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? ഇതിനെക്കുറിച്ച് കൃത്യം ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അങ്ങനെ ആഴമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്, പക്ഷേ ഞാൻ പുറത്തു നിന്നുള്ള ന്യൂസ് മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നത് ഓരോ രാജ്യങ്ങളും അവരുടേതായ രീതിയിൽ ഇതെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ അവർക്ക് പ്രഷറുണ്ടെങ്കിലും അവർ കുറേ കാര്യങ്ങൾ, അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യക്കും ഏതെങ്കിലും തരത്തിൽ ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ UN-ൽ നിന്നോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഈ സംഘടനകളിൽ നിന്നോ ഒക്കെ പ്രഷറുണ്ടാകും. ഇവിടെ ഇൻ്റർനാഷണൽ പ്ലാൻ പേരൻറ്റ്ഹുഡിൻ്റെ ബ്രാഞ്ചസ് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലും. അതുപോലെ തന്നെ പല ഇതുപോലെയുള്ള UN ഏജൻസികൾ വളരെ ആക്റ്റീവായിട്ട് NGO ആയിട്ട് ഒക്കെ വർക്കാകുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ന്യൂസ് കണ്ടത്, നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അദ്ദേഹം പേപ്പറിൽ ന്യൂസ് വന്ന ഇതാണ്, നമ്മൾ ഈ കോംപ്രിഹെൻസീവ് സെക്സ് എഡ്യൂക്കേഷന് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നമ്മളും നമ്മുടെ സിലബസുകളിൽ നമ്മളിത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. അപ്പോൾ അത് പാർഷ്യലി പല സ്ഥലങ്ങളിലും പല ഫോമിലും ഇന്ത്യയിൽ തന്നെ നമ്മൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമുക്ക് ഒരുപാട് സോഷ്യൽ മീഡിയയിലും ന്യൂസിലും ഒക്കെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ന്യൂസ് നമുക്ക് പലതും കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ ചില സ്കൂളുകളെ ഈ ജെൻഡർ ഐഡൻറ്റിറ്റിയെ ഇൻക്ലൂസീവ് ആക്കാനായിട്ട് അവർ ബോയ്സ് ആൻഡ് ഗേൾസ്, ജെൻറ്റിൽമാൻ ആൻഡ് ലേഡീസ് എന്നുള്ള ആ ഒരു അഭിസംബോധന തന്നെ അവർ സ്കൂളുകളിൽ നിർത്തി. ഹൈ ഗസ്റ്റ് അല്ലെങ്കിൽ ഹൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഹൈ സ്റ്റുഡൻസ് ഇങ്ങനെയൊക്കെയാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഇൻക്ലൂസീവ്നെസ്സും അവർ സോഷ്യലി ഇന്ന് അപ് ടു ഡേറ്റ് ആണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണുന്ന ഒരു വെമ്പൽ കൊള്ളലാണ്. അപ്പോൾ ഇവിടെ ഒന്നും അതിൻ്റെ പിന്നിലുള്ള ദൂഷ്യവശങ്ങളൊന്നും ആരും ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡറിസം വളരെയധികം നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡറിസം വളരെയധികം പ്രചരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രാൻസ്ജെൻഡേഴ്സായിട്ടുള്ള ആളുകൾ തന്നെ ഓരോ NGOയും അവരെ അപ്പോയിൻ്റ് ചെയ്ത് ഓരോ സ്കൂളുകളിലും ചെന്ന് ജെൻഡർ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് അവർ എഡ്യൂക്കേഷൻ എടുക്കുന്നത് ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. വീഡിയോ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രത്യേകിച്ച് 1-2 സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു. അവർ ചെന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഞാൻ അവരുടെ കോൺവെർസേഷൻ ശ്രദ്ധിച്ചപ്പോൾ അവർ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ ജെൻഡർ ഞാൻ ആരാണ് എന്നുള്ളത് വളരെ ലേറ്റായിട്ടാണ് അറിഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് ആ അബദ്ധം പറ്റരുത്. ഇത് ടീൻസിനോടാണ് ഈ പറയുന്നത്. ഒരുപക്ഷെ മിഡിൽ സ്കൂൾ കുട്ടികളോടായിരിക്കും ഇത് പറയുന്നത്, അല്ലെങ്കിൽ പ്രൈമറി കുട്ടികളോടായിരിക്കും പറയുന്നത്. അപ്പം നിങ്ങൾക്കിത് വരരുത്. നമുക്കതിനുള്ള സ്വാതന്ത്ര്യം വേണം. നമ്മൾ ആരാണ് എന്ന് തീരുമാനിക്കാൻ നമുക്കുള്ള സ്വാതന്ത്ര്യം വേണം. അപ്പം നിങ്ങൾ ഇന്ന് ആണായിരിക്കാം, നാളെ ചിലപ്പോൾ നിങ്ങൾ ആണായിരിക്കത്തില്ല. ഇന്ന് പെണ്ണായിരിക്കാം, നാളെ പെണ്ണായിരിക്കത്തില്ല. അപ്പോൾ ഇത് തരത്തിലുള്ള സെക്സ് എഡ്യൂക്കേഷനും നമ്മുടെ സ്കൂളുകളിൽ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇതിലും ദൂഷ്യം തരുന്ന സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യയിൽ പല ഫോമിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഞാൻ ഒരു കൽക്കട്ടയിലെ ഒരു സ്കൂളിൽ കണ്ടതാണ്. അവർ ഇതൊക്കെ വീഡിയോയിൽ വന്നതാണ്. അതിൻ്റെ വീഡിയോ ആണ് കണ്ടിട്ട് ഞാൻ പറഞ്ഞത്. അവർ ഈ ഹോമോസെക്ഷുവാലിറ്റിയെക്കുറിച്ചും ഹോമോസെക്ഷൽ അട്രാക്ഷനെക്കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ്, ഹോമോസെക്ഷൽസിൻ്റെ പല കാര്യങ്ങളും അവർ വീഡിയോ കാണിച്ച് ഈ സെക്സ് എഡ്യൂക്കേഷൻ പീരീഡിൽ ഇത് കാണിക്കുന്നു പിള്ളേർക്ക്. അപ്പോൾ ഇതൊരു ശരിയായിട്ട് ഇന്ത്യയിൽ ഇതിനെയെല്ലാം കോംപ്രിഹെൻഡ് ചെയ്ത് നമ്മുടെ വാല്യൂ സിസ്റ്റമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എനിക്കൊന്ന് നമ്മളെപ്പോഴും ഡെവലപ്ഡ് നേഷൻസിനെ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. ഡെവലപ്പിംഗ് നേഷൻസ് എപ്പോഴും ഡെവലപ്ഡ്. ഇപ്പോൾ US എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നോക്കി കാണുന്ന ഒരിതുണ്ട് നമുക്ക്. അങ്ങനെ ഒരു പ്രവണതയുണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓക്കെ, ഇത് കോപ്പി ചെയ്യപ്പെടാം, ഇത് ചെയ്യാം, ഇത് എടുക്കാം എന്നുള്ളൊരു. ഇവിടെയും ഇതൊന്നും ഒട്ടും വിദൂരമല്ല അല്ലേ? വിദൂരമല്ലെന്നല്ല, ഓൾറെഡി നമ്മൾ അതിൻ്റെ ഇതിലാണ്. നമ്മുടെ ട്രാൻസ്ജെൻഡറിസവും പ്രൈഡ് ലൈഫും അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ജെൻഡർ ഐഡിയോളജിയുടെ പല ഭാഗങ്ങൾ നമ്മുടെ കേരളത്തിലും ഈ നമ്മുടെ ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും വളരെ ശക്തമായിട്ടുണ്ട്. നമ്മുടെ ഇപ്പൊ ഈ അടുത്തൊക്കെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ പ്രൈഡ് ഫ്ലാഗ് ഒക്കെ നമുക്ക് ഇവിടെ കാണാം. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. നമ്മൾ ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു പ്രൈഡ് ഫ്ലാഗിനെ. ഇത് വളരെ കോമൺ ആണ്, നോർമലൈസ് ആയി. ഇപ്പോൾ അതൊക്കെ അതിപ്പോൾ ഒരു ട്രെൻഡ് നോർമലൈസ് ഒക്കെ ആയി അത് മാറിയിരിക്കുക. പക്ഷെ നമുക്ക് പലർക്കും ഇത് അറിയത്തില്ല എന്നുള്ളതാണ് നമ്മുടെ കുഴപ്പം. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനെ കുറിച്ച് സാറിന് ഇനിയും കാര്യങ്ങൾ പറയാനുണ്ട്? തീർച്ചയായിട്ടും. ഇത് നമ്മൾ പേരൻസിന് ഞാനൊരു മെസ്സേജ് ഇതിനകത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഇങ്ങനെയൊക്കെ എന്ത് സിസ്റ്റം ഉണ്ടെങ്കിലും
നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ഒരു മോറൽ വാല്യൂസ് നമ്മൾ കൈമാറി വന്ന പാരമ്പര്യമായി നമ്മൾ കൈമാറി വന്ന മോറൽ വാല്യൂസ് അത് എന്തെല്ലാം ചേഞ്ചസ് വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു കൊടുക്കാൻ നമ്മൾ ഫെയിലാവുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങളാൽ ഇൻഡോക്ട്രിനേറ്റഡായി അവർ തെറ്റായ വഴിയിൽ പോകുന്നത്. അവർ തെറ്റായ വഴിയിൽ പോകുന്നത് നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകുന്നു. അത് പലപ്പോഴും പേരൻസ് ഇത് റിയലൈസ് ചെയ്യുന്നത് അതിൻ്റെ ആ ഫൈനൽ സ്റ്റേജിലാണ്. ബട്ട് ദാറ്റ് ഈസ് ടു ലേറ്റ്. നമ്മൾ ആക്ഷന് അന്നേരം പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചെറുപ്രായം മുതൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള ആ വലിയ വലിയ തിന്മകളിൽ നിന്നും തെറ്റായിട്ടുള്ള പഠനത്തിൽ നിന്നും നമ്മൾ കാത്തു സൂക്ഷിക്കാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് ലോകത്തെ മാറ്റിമറിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനും അവരുടെ സിലബസിനെയും UN അമേരിക്കയും ഒന്നും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതായ സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും. ഈ തിയോളജി ദ ബോഡി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിയോളജി ദ ബോഡിയിൽ ശരിക്കും അതാണ് നമ്മൾ ചെയ്യുന്നത്. ആ പഠനത്തിലൂടെ സത്യത്തെ നമ്മൾ തുറന്നു വെച്ചുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളങ്ങ് സ്ട്രോങ് ആകുക. അവരതിൽ കൺവിൻസ്ഡ് ആകുമ്പോൾ പിന്നെ ഈ തരത്തിലുള്ള എന്ത് പഠനങ്ങൾ വന്നെന്ന് പറഞ്ഞാലും ദേ ഹാവ് എ ടെൻഡൻസി ടു റിജക്റ്റ്. ഞങ്ങൾക്ക് സത്യം അറിയാം, ദേ ഡോണ്ട് ഹാവ് ടു ലേൺ ദാറ്റ്. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ചൊരു ഒരു സജഷന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു സർ. നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാവാമല്ലേ സർ? തന്നെ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുമക്കളെ പ്രത്യേകിച്ച് ഇന്ന് പ്രീ ടീൻസ് യൂത്ത് പലതരത്തിലുള്ള തെറ്റായ പഠനങ്ങളും ധാരണകളും പല ഐഡിയോളജിയും വെച്ചുകൊണ്ട് ഒരുപാട് ദുശീലങ്ങൾക്ക് അടിമപ്പെട്ടിട്ടുണ്ട്. നമ്മളെല്ലാ കുഞ്ഞുങ്ങളെയും ഈശോയുടെ സ്നേഹത്തിൽ നമ്മൾ ചേർത്ത് നിർത്തുക. ഇങ്ങനെയുള്ള പല ദുശീലങ്ങൾക്കും തെറ്റായ വഴികളിലൊക്കെ അധപ്പതിച്ചിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ സ്നേഹം കൊണ്ട് നിറയ്ക്കുമ്പോൾ അവർ ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈശോയുടെ സ്നേഹത്തിലൂടെ നടന്ന് ഈ ലോകത്തിൻ്റെ തിന്മകളെ ഉപേക്ഷിക്കാനുള്ള ശക്തി അവർക്ക് കിട്ടും. ഈശോയെ, ഞങ്ങൾ അവരെല്ലാം അങ്ങയുടെ സ്നേഹഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ അമ്മയുടെ നീലക്കാപ്പയിൽ അവരെ എല്ലാം പൊതിഞ്ഞ് ഈശോ ഓരോ നിമിഷവും അവർക്ക് വേണ്ട എല്ലാ ജ്ഞാനവും നൽകി ഈ ലോകത്തിൻ്റെ അഴുക്ക് ചാലുകളിൽ നിന്ന് അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ട എല്ലാ കൃപകളും ഞങ്ങൾ അധ്യാപകർക്ക് മാതാപിതാക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനകളും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യാഥാർത്ഥ്യമെന്ന് സമൂഹം നമ്മെ വിശ്വസിപ്പിച്ച് പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുടെയും പുറകിൽ തെറ്റായ ലക്ഷ്യങ്ങളുണ്ട്. ആ തെറ്റായ ലക്ഷ്യങ്ങളെ നാം തിരിച്ചറിയാത്തിടത്തോളം ശിഥിലമാകുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. ഈശോ വിളനിലമായി വാഴേണ്ട കുടുംബങ്ങളാണ്. ഈശോയെ നാഥനായി സ്വീകരിക്കേണ്ട കുഞ്ഞുങ്ങളുടെ മനസ്സാണ്. പ്രാർത്ഥിക്കാം നമുക്ക് ആ കുഞ്ഞുങ്ങൾക്കായി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tob4life.org.